തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച് പരാജയപ്പെട്ട NDAയുടെ സ്ഥാനാർത്ഥി 2020യുടെ സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഇവർ പറയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അവരൊരു സിനിമാ നടി ആയതുകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും മാത്രമല്ല പ്രചരണ സമയത്തൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ നേടിയതുകൊണ്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ പോലും അവർക്ക് ഒരു തൃപ്പൂണിത്തുറ ആ മണ്ഡലത്തിൽ ഒരു വലിയ അനക്കമുണ്ടാക്കാൻ സാധിച്ചു എന്നത് സത്യമാണ്. ഇവർ ആൾക്കാരെ ശരിയാക്കി കളയും എന്നൊക്കെയാണ്. അതായത് MLA ആകാൻ ചിലവാക്കിയത്, അതായത് ഈ ഇലക്ഷന് വേണ്ടി 35 ലക്ഷം രൂപ ചിലവാക്കി ഒരുത്തിനെയും വെറുതെ വിടില്ല, ഈ കാര്യങ്ങൾ ഇവർ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അവർ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തന്നെ MLA ആക്കാമെന്ന് പറഞ്ഞ് ആരോ 35 ലക്ഷം രൂപ വാങ്ങിയെന്നും വോട്ട് കിട്ടാത്തത് കൊണ്ട് അവരെ വെറുതെ വിടില്ല എന്നും അഞ്ജലി പറഞ്ഞതായിട്ടാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അവർ അതിന് കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട്. സിനിമയിൽ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്ന് പറയുന്നു. ഇവർക്ക് തമിഴ് സിനിമയിൽ വരെ വലിയ അവസരങ്ങളുണ്ട്. മാത്രമല്ല ഇവർ ഇത്തരത്തിൽ പണം മുടക്കിയിട്ടില്ല, ഇത്തരത്തിൽ ഒരു തരത്തിലും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അത്തരത്തിൽ പെരുമാറിയിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും താൻ എല്ലാവരോടും പെരുമാറിയത്. പണം ചിലവാക്കിയതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ വൃത്തിയായി തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ചിരുന്നു. വെറുമൊരു തമാശയുടെ ഭാഗമായിട്ടാണ് ട്രോളുകൾ ചെയ്തത് എന്നൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് അവർ കാണിച്ച സ്നേഹം കണ്ടപ്പോൾ സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭർത്താവും കൂടെ വന്നാണ്. ഞാനിതിൻ്റെ മറ്റൊരു വശമാണ് എടുക്കുന്നത്. ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് ഇന്ന് വളരെ സ്വാഭാവികമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അവർ BJP NDAയുടെ ഭാഗമായതുകൊണ്ടും അവരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്താൻ നിരവധി പേരുണ്ടാകും, ഇനിയും അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അവർക്കെതിരെ ഇല്ലാക്കഥകൾ മെനഞ്ഞുകൊണ്ടും അവരെ വ്യക്തിഹത്യയും സ്വഭാവഹത്യയും നടത്തിക്കൊണ്ടും ധാരാളം ട്രോളുകളും അതുപോലെ പോസ്റ്റുകളുമൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നേരിടാൻ അഞ്ജലി തയ്യാറായി പറ്റൂ. കാരണം നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ 2020 എന്ന പ്രസ്ഥാനമായാലും NDA BJP എന്ന പ്രസ്ഥാനമായാലും ഒക്കെ തന്നെ അത് ഇത്തരത്തിൽ ട്രോളുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് വേണം ഇവിടേക്ക് നിൽക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് രാഷ്ട്രീയക്കാരി അല്ലാത്തതുകൊണ്ട് അറിയില്ലായിരിക്കാം. രാഷ്ട്രീയത്തിൽ തുടർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായ അംഗീകാരവും മറ്റു കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ലഭിക്കും എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും ആ സ്ത്രീയെ ഇത്തരത്തിൽ ട്രോളി ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യാതിരിക്കുന്നതാണ് മാന്യത എന്ന് ഈ ഒരു അവസരത്തിൽ അവർ ഈ വീഡിയോ ഇട്ടത്, ആ വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം പറയുന്നവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും.